തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 20 ദിവസമായി തുടരുന്ന അമേരിക്കൻ നിർമ്മിത ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകാനായി ബ്രിട്ടനിൽ നിന്നുള്ള കൂറ്റൻ ചരക്ക് വിമാനം എത്തിയിട്ടുണ്ട്. എയർബസ് അറ്റ്ലസ് എന്ന വിമാനമാണ് എത്തിയത്. സംഘത്തിൽ വ്യോമസേനയിലെ 17 സാങ്കേതിക വിദഗ്ധരാണുള്ളത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിനാണ് ആദ്യ പരിഗണന നൽകുന്നത്. സാധ്യമാകില്ലെങ്കിൽ മാത്രം മറ്റു വഴികൾ തേടാം. കടൽമാർഗമടക്കം ഇത് തിരികെ കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാം എന്നുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. അവരുടെ നടപടികൾ എങ്ങനെയാണ് മനീഷ്? ശ്രീജിത്ത്, ബ്രിട്ടൻ പാർലമെന്റിലടക്കം വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള അവരുടെ യുദ്ധവിമാനം F-35B അതിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വിദഗ്ധ സംഘം എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ക്യാമറമാൻ AS അഭിജിത്ത് പകർത്തിയ ദൃശ്യങ്ങളാണ്. വ്യോമസേന വിമാനമായിട്ടുള്ള എയർബസ് A400M അറ്റ്ലസ് എന്ന വിമാനത്തിലാണ് സംഘം എത്തിയത്. 17 അംഗ സംഘം, അതായത് വ്യോമസേനയിലെ 17 പേരും സാങ്കേതിക വിദഗ്ധരാണവർ. ഒപ്പം തന്നെ അമേരിക്കൻ വിമാന കമ്പനി, ഈ F-35യുടെ നിർമ്മാണ കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധരുണ്ട് എന്നുള്ള വിവരമുണ്ട്. അമേരിക്കൻ വിമാന കമ്പനിയിലെ 8 പേരാണ് ഇതിനകത്തുള്ളത്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റൊരു വിമാനം, അതായത് C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ ചരക്ക് വിമാനം എത്തിച്ച ശേഷം അതിലേക്ക് കൊണ്ടുപോകും. അതിൽ ഇതിന്റെ ചിറകുകളടക്കം മാറ്റിയ ശേഷമായിരിക്കാം കൊണ്ടുപോകുക എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ സാങ്കേതിക പ്രശ്നം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ആദ്യം ഇന്ധനം തീർന്നതിനെ തുടർന്ന് ഇവിടെ അടിയന്തര ലാൻഡിംഗ് നടത്തി എന്ന വിവരം ആദ്യം പുറത്തു വന്നു. എങ്കിലും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടില്ല. ഏറ്റവും ഒടുവിലായി പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഇതിന്റെ ആക്സിലറി പവർ യൂണിറ്റിലുണ്ടായ തകരാറാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം. ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവെന്ന രീതിയിലുള്ള കണക്കുകൂട്ടൽ ഉണ്ടായെങ്കിലും പിന്നീട്, അതായത് ഈ വിമാനം പറന്നുയർന്നത് ആദ്യം ഒരു യുദ്ധക്കപ്പലിൽ നിന്നാണ്. അത് 200 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സ്ഥലത്ത് നിന്നാണ്. ആ കപ്പലിലുണ്ടായിരുന്ന സാങ്കേതിക വിദഗ്ധരെ എത്തി പരിശോധിക്കുമ്പോഴും ഇതെന്താണ് യഥാർത്ഥ കാരണമെന്ന് അറിയാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷെ അത് മാത്രമല്ല, ആ പിഴവ് മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇങ്ങനെ ആക്സിലറി പവർ യൂണിറ്റിലെ പിഴവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വന്നതോടെ തന്നെ പ്രശ്നം സങ്കീർണമായി. അതുകൊണ്ടാണ് 3 ആഴ്ചയോളം കാലം ഇതിനെടുത്തത്. ഒപ്പം തന്നെ ഇതിന്റെ ബ്രിട്ടനിലെ വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധരെ കൂടാതെ ഇതിന്റെ നിർമ്മാണ കമ്പനി, ഇത് അമേരിക്ക നിർമ്മിച്ച യുദ്ധവിമാനമാണ്. അതുകൊണ്ട് തന്നെ 5ാം തലമുറയിൽപ്പെട്ട ഈ വിമാനത്തിന്റെ മറ്റു ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നിർമ്മാണ കമ്പനിയിലെ വിദഗ്ധർ കൂടി എത്തണമെന്നുള്ള കാര്യത്തിലേക്ക് എത്തിയതുകൊണ്ടാണ് 3 ആഴ്ച സമയമെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രിട്ടനിലടക്കം വലിയ രാഷ്ട്രീയ ചർച്ചയായി. കഴിഞ്ഞ മാസമാണ് ഈ വിമാനം ഇവിടെ ഈ രീതിയിൽ ഇന്ധനം തീർന്നതിനെ തുടർന്ന് എന്ന പേരിൽ ഇവിടെ എത്തിയത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിനിടയിലായിരുന്നു 200 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഈ വിമാനത്തിന് പ്രതികൂല കാലാവസ്ഥയിൽ യുദ്ധ വിമാനവാഹിനി കപ്പലിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ വന്നതും അതോടുകൂടി തന്നെ ഇത് പിന്നീട് ഇന്ത്യയുടെ വ്യോമസേനയുടെ അനുമതിയോടുകൂടി തന്നെ അടിയന്തര ലാൻഡിംഗ് രാത്രി 9:30 തന്നെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഹാങ്ങറിലേക്ക് മാറ്റും. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഈ വിമാനത്താവളത്തിന്റെ ഹാങ്ങറിലേക്ക് മാറ്റാൻ പക്ഷേ അവർ വിദഗ്ധ സംഘം എത്തിയ ശേഷം മാത്രം മാറ്റിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലത്തിലേക്ക് ഒരു രാജ്യത്തിന്റെ യുദ്ധവിമാനം മാറ്റുന്നത് അത്ര സാധാരണമായ സംഭവമല്ല. ഇന്ത്യയിൽ അങ്ങനെ ഉള്ള സംഭവങ്ങൾ വളരെ ചുരുക്കം മാത്രം നടന്നിട്ടുണ്ടോ എന്നത് തന്നെ വലിയ കാര്യമാണ്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് നേരത്തെ ഇസ്രായേൽ യുദ്ധത്തിനൊക്കെ തന്നെ അവരുടെ മുൻനിര പോരാളിയായി ഉപയോഗിക്കുന്ന ഇതിന്റെ ഈ F-35Bയുടെ ഒരു പരിഷ്കൃത വെർഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ 5ാം തലമുറയിൽപ്പെട്ട റഡാറുകൾക്ക് പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള അത്യാധുനിക വിമാനം ഈ രീതിയിൽ കേടുപാടുകൾ വന്നത് ബ്രിട്ടൻ അടക്കം വലിയ നാണക്കേടുണ്ടാക്കി. ഇപ്പോഴും സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായി വിദഗ്ധ സംഘം എത്തുമ്പോൾ എത്ര ദിവസം എടുക്കും ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ? എന്താണ് സാങ്കേതിക വിഷയം? ഒപ്പം തന്നെ ഇത് കൊണ്ടുപോകാൻ, നമ്മൾ ഇപ്പോൾ വാർത്ത കൊടുക്കുന്നതനുസരിച്ച്, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനം 80,000 കിലോഗ്രാമിലധികം ഭാരം ചുമക്കാൻ കഴിയുന്ന ചരക്ക് വിമാനം കൂടി എത്തുമോ? അതല്ല, ഇത് ഇവിടെ വെച്ച് തന്നെ, ഈ റൺവേയിൽ വെച്ച് തന്നെ, ഇപ്പോൾ കിടക്കുന്ന ഡൊമസ്റ്റിക് ബേ 5-ലാണ്, അവിടെ വെച്ച് തന്നെ ഇതിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഈ വിമാനത്തിൽ എത്തിയ സംഘം 25 പേർ സംഘം അവിടെ നിന്നും വിമാനത്തിൽ നിന്ന് ഇറങ്ങി അവർ പോയിട്ടുണ്ട്. അവർ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവുക. ഇന്ന് തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര വിമാനത്താവളത്തിൽ ഹാങ്ങറിലേക്ക് മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്.
മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്ന F-35B എന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇംഗ്ലണ്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 25 പേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ്. ഇതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിച്ചതിന് ശേഷം വിമാനം പറത്തി തിരികെ കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അത് സാധ്യമായില്ല എങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ബ്രിട്ടീഷ് എയർഫോഴ്സിലെ എഞ്ചിനീയർമാർക്കൊപ്പം വിമാനം നിർമ്മിച്ച ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ വിദഗ്ധരും ഈ സംഘത്തിൽ ഉണ്ട്. യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് തിരിച്ച് പറത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. അല്ലാത്ത പക്ഷം ഇത് മറ്റു വഴികളിലൂടെ തിരികെ എത്തിക്കേണ്ടി വരും. ഈ യുദ്ധവിമാനമാണ്, അതിലെ രഹസ്യങ്ങൾ ചോർന്നു പോകുമോ എന്ന ആശങ്കയൊക്കെ ബ്രിട്ടനുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്.